അയൽവാസി മുസ്ലിമാണെങ്കിലും ശരി, മറ്റു മതസ്ഥരാണെങ്കിലും ശരി, മതമില്ലാത്തവനാണെങ്കിലും ശരി, തീവ്രവാദവും ഭീകരവാദവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ ചിരി വരിക? എനിക്കെന്തിനാ അവന്റെ കീഴിൽ ജീവിക്കേണ്ട ആവശ്യം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇസ്ലാം വിമർശകർ എന്നും ഇസ്ലാമിനെ നോക്കിക്കാണുന്നത് ഇതൊരു ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, അസഹിഷ്ണുതയുടെ, അതുപോലെ പ്രാചീന കാലത്തുള്ള ഈ കാലഘട്ടത്തിൽ യോജിക്കാൻ കഴിയാത്ത ആപ്റ്റായ മതമല്ല അല്ലെങ്കിൽ ദർശനമല്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. അവർ ഇന്നും പറയുന്നു സ്ത്രീകളെ അടിച്ചമർത്തുന്ന, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ വിമർശനങ്ങൾ ഓരോ സെക്കൻഡിലും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ വിമർശിക്കാൻ വേണ്ടി റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് ഇത്തരം വിമർശകരിൽ കാണാൻ കഴിയും. മഞ്ഞ ബാധിച്ചവർക്കെല്ലാം കാണുന്നതെല്ലാം മഞ്ഞയാണ് എന്നതുപോലെ ഇസ്ലാമിനെ വിമർശന ബുദ്ധിയോടുകൂടി മാത്രം നോക്കിക്കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നന്മകളെ കാണാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ ഈ വിമർശകർ കാണാതെ പോയതാണോ അതേ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നതാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഒന്ന് ചിന്തിക്കുന്ന, അതുപോലെ ഇസ്ലാമിനെ നേരാവണ്ണം പഠിക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ വിമർശകരിൽ നിന്ന് ഇസ്ലാമിന്റെ നന്മകളെ ഒന്ന് ഉയർത്തിക്കാണിക്കണം എന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിമർശകർ കാണാതെ പോയ ഇസ്ലാം, ഇങ്ങനെയും ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു സംസാരം. ഇസ്ലാം വിമർശകരെ മുമ്പിൽ പ്രാചീനമാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തതാണ്. എന്നാൽ ഇന്നും പ്രസക്തമായ നിലപാടുകളും ആശയങ്ങളും ആദർശങ്ങളും അത് ശരിയാവണ്ണം നിലനിൽക്കുന്ന, ഈ കാലഘട്ടത്തിന് യോജിച്ചതായ രൂപത്തിൽ, അല്ല ഏത് കാലഘട്ടത്തിലും യോജിക്കുന്നതായ രൂപത്തിൽ നിലകൊള്ളുന്ന ഏക ദർശനമെന്നത് അത് ഇസ്ലാം മാത്രമാണ്. അവിടെ ചില നന്മകൾ, പ്രധാനമായും പൊതുസമൂഹത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ചില നന്മകളെയാണ്, ഇസ്ലാം പഠിപ്പിച്ച നന്മകളെയാണ് ഇവിടെ ഉയർത്തിക്കാണിക്കുന്നത്. സമൂഹത്തിൽ ഒന്നെടുത്തു നോക്കിയാൽ മാതാപിതാക്കളുടെ വിഷയത്തിൽ മക്കൾ വലിയ ടെൻഷനാണ് എന്ന് വേണം പറയാൻ. കാരണം പ്രായാധിക്യമെത്തിയ മാതാപിതാക്കൾ, അവരിനി എങ്ങനെ ഒഴിവാക്കാം എന്നാണ് മക്കൾ ആലോചിക്കുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച വലിയ ഒരു നന്മയുണ്ട്. അതൊരു പക്ഷേ ഈ വിമർശകർ കണ്ടിട്ടുണ്ടാവില്ല. ഈ വിമർശകർ പോലും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. മാതാപിതാക്കളെ ഒഴിവാക്കാൻ, അവോയ്ഡ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ഇത്തരം വിമർശകരും. എന്നാൽ ഇസ്ലാമിന്റെ നന്മ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മാതാപിതാക്കൾ അവർ പ്രായാധിക്യം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാണെങ്കിൽ പോലും ശരി, അവരോട് വലാ തഖുല്ലഹുമ ഉഫിൻ, നിങ്ങൾ അവരോട് എന്ന വാക്കുപോലും പറയരുത് എന്നാണ്. വലാ തൻഹർഹുമ, അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുത് എന്നാണ്. വഖുല്ലഹുമ ഖൗലൻ കരീമ, മാന്യമായ നല്ല വാക്കുകൾ അവരോട് സംസാരിക്കണം എന്നാണ്. തീർന്നില്ല. വഹ്ഫിള് ലഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, റഹ്മാനായ റബ്ബിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ ജീവിച്ചിരിക്കുന്നു എന്നത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് ലഭിച്ച ആ ഒരു നന്മ, അതിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കണം. അതുകൊണ്ട് അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. തീർന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വഖുൽ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ, എന്നെ ചെറുപ്പകാലത്തിൽ എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തത്വം ഇസ്ലാം ഏറ്റവും നല്ല രൂപത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ജിഹാദിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനേക്കാൾ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് സ്ഥാനമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അത്രയും വലിയ ഒരു നന്മ ഇസ്ലാം പഠിപ്പിച്ചിട്ട് ഈ വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണാതെ പോയി എന്നത് വലിയ ഒരു നെഗറ്റീവായിക്കൊണ്ട്, അവരുടെ നെഗറ്റീവായിക്കൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ, മനുഷ്യൻ എന്നത് കുടുംബജീവിതത്തിലൂടെ ഉണ്ടാകുന്ന ഒരു തുടർ പ്രക്രിയയാണ്. നമുക്കറിയാലോ, അനന്തരമുണ്ടാകണമെങ്കിൽ വിവാഹമുണ്ടാകണം. ആ വിവാഹത്തിലൂടെ പിന്നീട് നടക്കേണ്ട വിഷയങ്ങളൊക്കെ നടന്ന് അതിലൂടെ അനന്തരം ഉണ്ടാകും എന്നത് പ്രകൃതിദത്തമായ സത്യമാണ്. ആ കുടുംബജീവിതത്തിൽ സ്വാഭാവികമായിട്ടും പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. മനുഷ്യരാണല്ലോ. വിട്ടുവീഴ്ചയും കാരുണ്യവും സ്നേഹവും ഇതൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടാകേണ്ടത്. ആ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് അടിച്ചു പിരിഞ്ഞ് മൂന്നിൻ്റെന്ന് വീട്ടിൽ പോയിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇത്തരം ലിബറൽ ചിന്തകളെ ഉയർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, എന്തിനാണ് പുരുഷന്റെ അടിമയായി ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് കഴിഞ്ഞ് രണ്ടിന് അവരെല്ലാം ഇട്ടെറിഞ്ഞ് വലിയ കരാറിലേർപ്പെട്ട, വിവാഹമെന്ന കരാറിലേർപ്പെട്ടവർ പോലും എനിക്കെന്തിനാ അവന്റെ കീഴിൽ ജീവിക്കേണ്ട ആവശ്യം എന്നു പറഞ്ഞ്
വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന പെൺമക്കളെ കാണാൻ കഴിയും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിക്കൊണ്ട് ഇസ്ലാം അതിൻ്റെ നന്മ വിളിച്ചോതുന്നുണ്ട്. വആശിറൂഹുൻ നബിൽ മഅറൂഫ്, ഏറ്റവും നല്ല രൂപത്തിൽ നീ നിന്റെ ഭാര്യയോട് വർത്തിക്കണം എന്നാണ് ഭർത്താവിനോട് കൊടുക്കുന്ന താക്കീതാണ്. മാത്രമല്ല ഈ വിവാഹമെന്നത് കളിതമാശയല്ല, മറിച്ച് ഇത് മീസാഖൻ ഖലീള, വമ്പിച്ച ഒരു കരാറാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കുട്ടിക്കളിയല്ല, ഒന്ന് പറഞ്ഞ് രണ്ടിന് പിണങ്ങി വീട്ടിൽ പോയിരിക്കേണ്ട ഒരു എന്തെങ്കിലും ഒരു താൽക്കാലികമായ ഏർപ്പാടല്ല എന്നെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുൻ, നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞു. വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലൂടെ ഉണ്ടാകേണ്ട മൂല്യങ്ങളെ ഉയർത്തി കാണിച്ചു. ഇതാണ് ഇസ്ലാം. തീർന്നില്ല. ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ സാമൂഹികമായ ജീവിതം അത് നമുക്ക് അനിവാര്യമാണ്. നമ്മൾ ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അയൽവാസിയുടെ വിഷയത്തിൽ പോലും ഇസ്ലാം വലിയ കണിശതയായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസിയത്തുകൾ നൽകുമ്പോൾ അയൽവാസിയുടെ വിഷയത്തിൽ അന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് പ്രവാചകൻ പേടിച്ചു പോകുമാറ് ജിബ്രീൽ അലൈഹിസ്സലാം ഉപദേശങ്ങൾ നൽകിയെന്നാണ്. സ്വഹാബിമാർ വന്ന് രണ്ട് സ്ത്രീകളുടെ അയൽവാസികളുടെ വിഷയം പ്രവാചകനോട് ആരാഞ്ഞപ്പോൾ ഒന്നാമത്തെ സ്ത്രീ അത്ര ഇബാദത്തുകളൊന്നുമില്ല, അയൽവാസിയെ ദ്രോഹിക്കാത്ത പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ വഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ സ്ത്രീ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്നു, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, ഇബാദത്തുകളിൽ അങ്ങേയറ്റം നന്മകൾ ചെയ്യുന്ന, ഒരുപാട് ഇബാദത്തുകൾ ആദ്യത്തെ സ്ത്രീയേക്കാൾ രണ്ടാമത്തെ സ്ത്രീ ഒരുപാട് ഇബാദത്തുകൾ സുന്നത്തായിക്കൊണ്ടും ഒക്കെ ചെയ്യുന്ന സ്ത്രീ. പക്ഷെ അവൾക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, യുദി ജാറഹ, തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന പെണ്ണാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്നാണ്. അപ്പോൾ അയൽവാസിയെ ദ്രോഹിക്കുക എന്നത് വലിയ കൊടിയ പാപമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇസ്ലാമിൻ്റെ നന്മയാണ്. ഇന്ന് അയൽവാസികളുടെ വിഷയത്തിൽ പലപ്പോഴും അതിരുതർക്കങ്ങളും അതുപോലെ വേസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും, അല്ലെങ്കിൽ ഒരു ഇല തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ പറമ്പിൽ നിന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു ഇല വീഴുന്നതിൽ പോലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് അയൽവാസിയോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും അയൽവാസി പട്ടിണി കിടക്കെ വയറു നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അയൽവാസി മുസ്ലിമാകണമെന്നില്ല. മുസ്ലിം ആയാലാണ് ഈ ഷർത്തുകളെത്തുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നെവിടെയും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അയൽവാസി മുസ്ലിമാണെങ്കിലും ശരി, അത് മറ്റു മതസ്ഥരാണെങ്കിലും ശരി, മതമില്ലാത്തവനാണെങ്കിലും ശരി, ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് ഇസ്ലാമിൻ്റെ നന്മയാണ്, ഒരു സാമൂഹിക നന്മയായി എടുത്തു പറയാൻ കഴിയുന്നതാണ്. അങ്ങനെ തുടങ്ങി നമ്മുടെ പുഞ്ചിരി പോലും സ്വതക്കയാണ്, പുണ്യമുള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ, ഒന്നിനെയും നിസാരമായി കാണരുതെന്നാണ്. ഒന്നിനെയും, ഒരു നിസാരമായ കാര്യമുണ്ടെങ്കിൽ അതുപോലും നന്മയാണെങ്കിൽ അതിന് വലിയ വമ്പിച്ച പ്രതിഫലമുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വലൗ അൻ തൽഖാ അഖാക വജ്ഹി തൽഖ്, നിന്റെ സഹോദരൻ്റെ മുന്നിൽ നീയൊന്ന് പുഞ്ചിരിക്കുന്നത് അതുപോലും സ്വതക്കയാണ്, അതുപോലും പുണ്യമുള്ളതാണ് എന്നാണ്. അപ്പോൾ പുഞ്ചിരിക്കുക എന്ന സ്വതക്ക അതൊരു വലിയ നന്മയായി കൊണ്ടുപിടിപ്പിച്ചു. തീവ്രവാദവും ഭീകരവാദവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ ചിരി വരിക? അപ്പോൾ വിമർശകർ വിമർശിക്കുന്ന വിമർശനങ്ങൾക്ക് കഴമ്പില്ല എന്ന് ഈ ആയത്തുകളും ഹദീസുകളും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതിനുമപ്പുറം മനുഷ്യനുമായ ഇടപെടലിനപ്പുറം ജീവികളും ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ പോലും ജീവജാലങ്ങളോട് കരുണ കാണിക്കണം എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് അല്ലെങ്കിൽ ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കൂ, ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. അപ്പോൾ എത്ര വലിയ അധ്യാപനങ്ങൾ, പുണ്യങ്ങളുടെ, നന്മയുടെ, ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതുമായി ബന്ധപ്പെട്ട എത്രയെത്ര നല്ല അധ്യാപനങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാളുകൾ സ്വാർത്ഥന്മാരായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് അയൽവാസിയുടെ വിഷയത്തിൽ പരിഗണിക്കണമെന്നും അയൽവാസിയെ പരിഗണിക്കണമെന്നും അങ്ങനെ തുടങ്ങി സാമൂഹിക, അതുപോലെ രാജ്യത്തിൻ്റെ സുരക്ഷ, അങ്ങനെ തുടങ്ങി എല്ലാ വിധത്തിലും ഇസ്ലാം ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാകുന്ന രൂപത്തിൽ ഇസ്ലാം അത് ഏറ്റവും നല്ല രൂപത്തിൽ പുണ്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി സമൂഹം മനസ്സിലാക്കണം. വിമർശകർ അവർ വിമർശിക്കട്ടെ, വിമർശിക്കുന്തോറും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത്
തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.